എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളതിൽ ടോട്ടൽ നമ്മളുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ 14 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിൽ 11ഓളം ചാപ്റ്റേഴ്സ് അത്യാവശ്യം നമുക്ക് തിയറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ 50 മാർക്കിനാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ വരുന്നത്. അറിയായിരിക്കുമല്ലോ, 50 മാർക്കിന് വരും. 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 1 വേർഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തിയറി എല്ലാം ജസ്റ്റ് നിങ്ങളുടെ അവയർനെസ്സിനാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരുപാട് വാരി വലിച്ചു കൊടുത്തിട്ടുള്ളത്. എക്സാമിന് തിയറി ഒന്നുപോലും ചോദിക്കില്ല, പക്ഷെ 1 വേർഡ് ആണ് കേട്ടോ. 4 ഓപ്ഷൻ ഉണ്ടാവും, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് എക്സാം വരുന്നത്. സോ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ട്യൂഷൻ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിൽ 1 വേർഡ് ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ട്. സോ 1 വേർഡ് മാത്രം നിങ്ങൾ പഠിച്ചാലും മതി. പിന്നെ ഇത് നിങ്ങൾ ക്ലാസ് കേൾക്കേണ്ടത് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് പല റൂളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ എല്ലാ ഇന്ത്യയിലെ ഓരോ സിറ്റിസണിൻ്റെയും അല്ലെങ്കിൽ ഭൂമിയിലെ എല്ലാ സിറ്റിസണിൻ്റെയും ഉത്തരവാദിത്വമാണ് എൻവയോൺമെന്റ് സംരക്ഷിക്കുക എന്നുള്ളത്. സോ ആ ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് ഇവിടെ പഠിക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ടിരുന്നിട്ട് 1 വേർഡ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 11ാമത്തെ യൂണിറ്റ് വരെ തിയറി രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു. കാരണം അതിൽ നിങ്ങൾക്ക് തിയറി ആയിട്ട് പറഞ്ഞു തരാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുമ്പോഴേ ഇഗ്നോ പറയുന്നുണ്ട്, നമ്മൾ ഇതിലൂടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ഉത്തരവാദിത്വമുള്ള പൗരനായി മാറണമെന്ന്. അതായത് വേസ്റ്റ് ഒക്കെ കയ്യിൽ കിട്ടിയാൽ എങ്ങോട്ടേലും കൊണ്ട് വലിച്ചെറിയാതെ അത് കറക്റ്റായിട്ട് ഡിസ്പോസൽ ചെയ്യാനും, പിന്നെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ഇതൊക്കെ ഇപ്പോൾ വളരെ കൂടുതലാണ് അല്ലേ, ഓൾ ഓവർ ദ വേൾഡ് വളരെ കൂടുതലാണ്. സോ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഇനി പറ്റുള്ളൂ. സോ നിങ്ങൾ ഓരോരുത്തരും എൻവയോൺമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മാർഗങ്ങൾ സ്വീകരിക്കണം. അതിനു വേണ്ടിയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അവയർനെസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്നാണ് ഇഗ്നോ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 11ാമത്തെ യൂണിറ്റ് വരെ ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് പൊല്യൂഷൻ ഉണ്ടാവുന്നത്, നമ്മളിൽ നിന്ന് വരുന്ന ചെറിയ മിസ്റ്റേക്ക് പോലും മറ്റൊരു ഓർഗാനിസത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും, അല്ലെങ്കിൽ ഒരു മരം വെട്ടിക്കളഞ്ഞാൽ പോലും അതെങ്ങനെയാണ് വേറൊരു ഓർഗാനിസത്തിനെ ബാധിക്കുന്നതെന്നും, ഈ ഒരു ജീവനാണേലും പോലും ഒരു മൃഗമാണേലും പോലും വംശനാശം പറ്റിപ്പോയാൽ അത് എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. സോ ഇനി നമുക്കൊരു 3 യൂണിറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് തിയറി ആയിട്ട് പഠിക്കാനില്ല, 1 വേർഡ് മാത്രമായിട്ട് പഠിച്ചാൽ മതി. കാരണം ബാലൻസ് ഉള്ള 3 യൂണിറ്റിൽ നിന്നാണ് എക്സാമിന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് കംപ്ലീറ്റ് വർഷങ്ങളാണ്. ഇതിലെല്ലാം ഓരോ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടുകൾ ഏത് വർഷമാണ് വന്നതെന്നും, അതുപോലെ തന്നെ നമ്മളുടെ എൻവയോൺമെന്റിൽ വന്നിട്ടുള്ള മനുഷ്യൻ കാരണം വന്നിട്ടുള്ള പല ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെ വർഷമാണ് വന്നിട്ടുള്ളതെന്നും ഒക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു 1 വേർഡ് പഠിച്ചാൽ മതി. നമ്മൾ തിയറി പഠിക്കേണ്ട ടോപ്പിക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എങ്ങനെയാണ് ഇതെപ്പോൾ വന്നു എന്നൊക്കെ ഡീറ്റെയിൽ. പക്ഷെ നമുക്ക് എക്സാമിന് അത് ആവശ്യമില്ലല്ലോ, സോ അത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കതുകൊണ്ട് ആദ്യം തന്നെ യൂണിറ്റ് 12 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സാമിന് ചോദിക്കാനാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും ആണെങ്കിൽ ചോദിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഞാൻ തന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ ഒരു ക്ലാസ് ജസ്റ്റ് കേട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ഒരു PDF ഞാൻ തന്നിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കുക. അപ്പോൾ ഈ 12ാമത്തെ യൂണിറ്റിൽ ഒരുപാട് നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു 1980 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടുകൾ രൂപക്കൊണ്ടായിരുന്നു. ഓൾസോ ഇന്ത്യയിലും എൻവയോൺമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടുകൾ
ഓരോ കാലക്രമേണ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ വന്ന വർഷങ്ങളൊക്കെയാണ് കൂടുതൽ പഠിക്കാനുള്ളത്. എങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്നുപോലും ഇടാതെ. നമുക്കൊന്നത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത് which of the following is an Indian environmental legislation category? തന്നിട്ടുള്ളതിൽ എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ കാറ്റഗറിയിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ വാട്ടർ ആക്ട്, ബി എയർ ആക്ട്, സി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ട്, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ എബോ. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതാണ്. അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഇന്ത്യ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ഈ പ്രകൃതി സംരക്ഷിക്കേണ്ട ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് വാട്ടർ ആക്ട്. വാട്ടർ ആക്ട് എന്ന് പറഞ്ഞാൽ വെള്ളം സംരക്ഷിക്കുന്നതും അതിൽ വേസ്റ്റ് ഒക്കെ ഒഴുക്കി വിടുന്നതിന്റെ കാര്യത്തിലുള്ളത്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ട്, അതായത് വനം സംരക്ഷണവും അതുപോലെ വനത്തിലെ ഈ കാട്ടുമൃഗങ്ങളെ സംരക്ഷണം, അങ്ങനെയുള്ള നിയമം. വേറെ ഒന്ന് എയർ ആക്ട്, വായു മലിനീകരണം കുറയ്ക്കാനുള്ളത്. ഡി ആൾ ഓഫ് ദ എബോ. ഉത്തരം ഏതാണ്? ആൾ ഓഫ് ദ എബോ ആണ്. കാരണം എൻവയോൺമെന്റൽ ആക്ട് എന്ന് പറയുമ്പോൾ വായു, വെള്ളം, വനം ഇതെല്ലാം സംരക്ഷിക്കണം അല്ലേ? ഇതിന്റെ സംരക്ഷണ നിയമങ്ങളെല്ലാം ചേർത്താണ് അത് എൻവയോൺമെന്റൽ ആക്ട് എന്ന് പറയുന്നത്. സോ ഉത്തരം ആൾ ഓഫ് ദ എബോ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എൻവയോൺമെന്റൽ ലോ ഹാസ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ദ ഭോപ്പാൽ ട്രാജഡി? അപ്പോൾ ഭോപ്പാൽ ട്രാജഡി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് ഒരു ഒരു ഫാക്ടറിയിൽ നിന്ന് വിഷപ്പുക രാത്രി 2 മണിക്ക് പുറത്ത് കിടക്കുകയും ആ ഒരു നാട്ടിലെ കംപ്ലീറ്റ് എയർലി വിഷപ്പുക സ്പ്രെഡ് ആവുകയും ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്ത ഒരു ട്രാജഡിയാണ് ഭോപ്പാൽ ട്രാജഡി. സോ ആ സമയത്തൊന്നും അങ്ങനെ നമ്മളുടെ ഇന്ത്യയിൽ അധികം പരിസ്ഥിതി പ്രൊട്ടക്ഷൻ നിയമങ്ങളൊന്നുമില്ല. സോ ഭോപ്പാൽ ട്രാജഡി എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും നടുങ്ങിയ ഒരു വലിയ ദുരന്തമായിരുന്നു. സോ അതിനുശേഷമാണ് ഓരോ നിയമങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവരാൻ തുടങ്ങിയത്. സോ അതിനുശേഷം വന്ന ഫസ്റ്റ് എൻവയോൺമെന്റൽ ലോ ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഉത്തരം ഏതാന്ന് വെച്ചാൽ 1986 വന്ന എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, നോട്ട് ചെയ്യുക. 1986 വന്ന എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. സോ കേട്ടിരുന്നാൽ മതി കേട്ടോ. ഞാൻ തന്നിട്ടുള്ള PDF ഇതിന്റെ ഇതെല്ലാം അതുപോലെ ഉണ്ട്. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് വായിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വാസ് എക്സ്റ്റാബ്ലിഷ്ഡ്? അതായത് ഈ ഹരിത സേന എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് നാഷണൽ, ദേശീയ ഹരിതകർമ്മ സേന. സോ അതാണ് ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ഇത് എപ്പോഴാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ചോദ്യം. 2010 ഡിസംബർ 18 കേട്ടോ. Which was the first step of UN to address the problem of international environmental degradation? UN കൊണ്ടുവന്ന, യുണൈറ്റഡ് നാഷൻ കൊണ്ടുവന്ന ഫസ്റ്റ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ പ്രോബ്ലത്തിന്റെ ഏത് വർഷമാണ് ആ ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്തതെന്നാണ് ചോദിച്ചത്. അതായത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫറൻസ് ഫസ്റ്റ് നടന്നത് എപ്പോഴെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് 1972 നടന്നത് കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ളത് വെൻ വാസ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് വാസ് എക്സ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ എൻവയോൺമെന്റിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഫോം ആയത് എപ്പോഴാണ്? അതായത് ഈ കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ, അതിൽ ഓരോരുത്തർക്കും ഓരോ ഫീൽഡ് ഉണ്ട്. ഇപ്പൊ ധനകാര്യം ഉണ്ട്, അതുപോലെ ഫിഷറീസ്, അങ്ങനെ പല ഇതുണ്ട്. അതിൽ എൻവയോൺമെന്റിന് വേണ്ടി പരിസ്ഥിതി മന്ത്രി ആയിട്ട് വന്ന അങ്ങനെ ഒരു ഫീൽഡ് വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1980. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് വെൻ വാസ് ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് റീനെയിംഡ് ആസ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്? അതായത് ആദ്യം ഈ മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് എന്നായിരുന്നു പേരുണ്ടായിരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ആ മന്ത്രിസഭയ്ക്ക്. അത് കഴിഞ്ഞ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആക്കി. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാക്കി. അപ്പൊ ആ ഒരു ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് എപ്പോഴാണ് മാറ്റിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2014 മെയ്യിലാണ് കേട്ടോ.
പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, നാഷണൽ എൻവയോൺമെന്റൽ ട്രിബ്യൂണൽ ആക്ട് 1995 വാസ് എനക്റ്റഡ് ആഫ്റ്റർ റിയോ ഡി ജനേറോ കോൺഫറൻസ്. റിയോ ഡി ജനേറോ കോൺഫറൻസിന് ശേഷമാണ് നാഷണൽ എൻവയോൺമെന്റൽ ട്രിബ്യൂണൽ ആക്ട് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അണ്ടർ വിച്ച് ആക്ട് സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് നാഷണൽ എൻവയോൺമെന്റൽ ട്രിബ്യൂണൽ. താഴെ തന്നിട്ടുള്ളതിൽ ഏത് ആക്ടിന് കീഴിലാണ് നാഷണൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ എൻവയോൺമെന്റ് ട്രിബ്യൂണൽ, അതായത് ആ ഒരു ദേശീയ പരിസ്ഥിതി സേന അവരെ കൊണ്ട് അണ്ടറിലാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഉത്തരം വന്നിട്ടുള്ളത് നാഷണൽ എൻവയോൺമെന്റൽ ട്രിബ്യൂണൽ ആക്ട് 1995. സോ ഈ വൺ വേർഡ് നല്ല രീതിയിൽ പഠിച്ചു വെക്കണം കേട്ടോ, കാരണം എക്സാമിന് ഒരു 35 മാർക്ക് വേണം. നമ്മളിപ്പോൾ കറക്കി കുത്തി എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ ജയിക്കാതിരിക്കാം. സോ വൺ വേർഡ് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. കണ്ടോ, ഇപ്പോൾ നാഷണൽ ആക്ട് 1995 ഉണ്ട്, ഓൾസോ 1990 കടക്കുന്നു. ഒരുപാട് അടുത്തടുത്തുള്ള ഇയേഴ്സ് ഉണ്ട്, അപ്പോൾ നമുക്കാണെങ്കിലും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വെൻ വാസ് ദ കൺവെൻഷൻ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് മറൈൻ പൊല്യൂഷൻ ഫ്രം ലാൻഡ് ബേസ്ഡ് സോഴ്സ് ഹെൽഡ്? ഉത്തരം വരുന്നത് 1974 ആണ്. ഓക്കെ, അടുത്തത് കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫ്ലോറ വാസ് ഹെൽഡ് ഇൻ 1973. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഹൗ മെനി മെമ്പേഴ്സ് സൈൻഡ് ക്യോട്ടോ പ്രോട്ടോകോൾ? ക്യോട്ടോ പ്രോട്ടോകോൾ എത്ര മെമ്പേഴ്സാണ് സൈൻ ചെയ്തിട്ടുള്ളത്? 192 പേരാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത്, ദ 21st സെക്ഷൻ ഓഫ് ദ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് ഹെൽഡ് ഇൻ പാരീസ്. പാരീസിലാണ് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് 21ാമത്തെ സെക്ഷൻ കണ്ടക്ട് ആയത്. സോ ഇതിൽ നിന്ന് ഈ ഒരു 10-11 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ കേട്ടോ. സോ ഇത് നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ട്, ആർക്കെങ്കിലും വൺ വേർഡ് ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ, മറക്കാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാനിതിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഇല്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യനേ ചോദിക്കത്തുള്ളൂ. അതിൽ നിന്നൊരു 1-2 ചോദ്യം ചോദിച്ചേക്കാം, ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് കൂടുതലൊന്നും ചോദിക്കത്തില്ല, ഇത്രയും യൂണിറ്റ് ഉണ്ടല്ലോ. സോ നമ്മൾ അത്രയും യൂണിറ്റിലെ കുറച്ച് സെക്ഷൻ പഠിച്ചു. ഇനി അടുത്തുള്ള ഒരു യൂണിറ്റ് ആണ് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്. സോ ഇതിൽ എർത്ത് ക്യോക്ക്, സുനാമി ഇതൊക്കെ വന്ന വർഷങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾസോ ഇതിനെക്കുറിച്ചൊരു നോട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് എർത്ത് ക്യോക്ക് എന്താണ്. എർത്ത് ക്യോക്ക് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം അറിയാമല്ലോ അത്. പിന്നെ ഈ സുനാമി വന്നത് എപ്പോഴാണ്, ഏത് സുനാമിയാണ് ഏത് വർഷം വന്നത്, ഇതാണ് ഇതിലൊക്കെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സുനാമി വരുന്നത് എങ്ങനെയാണ് നമുക്കറിയാമായിരിക്കുമല്ലോ, ഈ സമുദ്രത്തിന്റെ ഉള്ളില് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഈ സുനാമി ആയിട്ട് പുറത്തോട്ട് വരുന്നത്. സോ അതിൻ്റെ കുറച്ച് ഇയർ നമുക്ക് പഠിച്ചു വയ്ക്കാം, ഏതൊക്കെ സുനാമി എപ്പോഴാണ് വന്നതെന്ന്, കാരണം എക്സാമിന് മേ ബി ചോദിച്ചേക്കാം. നമ്മളുടെ കേരളത്തിലൊക്കെ ആയിട്ട് ഒരു വലിയ സുനാമി വന്നിട്ടുണ്ടായിരുന്നു 2004. ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിലുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. സോ ഈ ഒരു യൂണിറ്റ് 13 ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു 3-4 മേ ബി ചോദിച്ചേക്കാം കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിപ്കോ മൂവ്മെന്റ് ഈസ് എ മൂവ്മെന്റ് വിച്ച് പ്രാക്ടീസ്ഡ്. ചിപ്കോ മൂവ്മെന്റ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് സത്യാഗ്രഹ, നോൺ വയലന്റ് റെസിസ്റ്റൻസ്, ആക്ട് വിച്ച് പെർഫോംഡ് ദ ആക്ട് ഓഫ് ഹഗ്ഗിങ് ട്രീസ്. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻവയോൺമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചെയ്ത ഒരു സമരമായിരുന്നു. അപ്പൊ അതിൽ അവർ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അവർ 3 കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒന്ന് സത്യാഗ്രഹമായിരുന്നു, പിന്നെ അവര് നോൺ വയലന്റ് റെസിസ്റ്റൻസ്, വയലൻസ് ഇല്ലാതെയാണ് ചെയ്തത്, പിന്നെ അവര് ട്രീസിനെ പോയി ഹഗ് ചെയ്ത് നിന്നു. അതായത് ആ ഈ ഒരു ചിപ്കോ മൂവ്മെന്റ് നടന്നത് യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ ഒരു സ്ഥലത്ത്, ഈ ചിപ്കോ മൂവ്മെന്റ് നടന്ന സ്ഥലത്ത് മരം വെട്ടിക്കളയാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു, ഇല്ല നമ്മളെ കൊന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾ മരം വെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സത്യാഗ്രഹം ഇരുന്നിട്ട് മരത്തിന് പോയി കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. അതാണ് ചിപ്കോ മൂവ്മെന്റ് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, സൈലന്റ് വാലി മൂവ്മെന്റ് വാസ് എ സോഷ്യൽ മൂവ്മെന്റ് ഇൻ
എവിടെയാണ് സൈലന്റ് വാലി മൂവ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു സൈലന്റ് വാലി എവിടെയാണ് പ്രൊട്ടക്ഷൻ നടന്നത്? ഇൻ ദ പാലക്കാട് ഡിസ്ട്രിക്ട് ഓഫ് ദ കേരള. ഇത് മറക്കത്തില്ലായിരിക്കുമല്ലോ, നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് സൈലന്റ് വാലി അറിയായിരിക്കുമല്ലോ. പാലക്കാടിലാണ്, പാലക്കാടിലെ അവിടെ വെച്ചാണ് ഈ ഒരു സമരം നടന്നത് കേട്ടോ. അടുത്ത ചോദ്യമാണ്, വേൾഡ് പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ഫ്രം 1 billion to 2 billion ഇൻ ഹൗ മെനി ഇയേഴ്സ്? ഇത് കഴിഞ്ഞ തവണ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. 1 ബില്യണിൽ നിന്ന് 2 ബില്യണിലേക്ക് വേൾഡ് പോപ്പുലേഷൻ എത്ര വർഷം എടുത്താണ് കൂടുന്നതെന്ന്. ഉത്തരം 80 വർഷമാണ്. 80 വർഷം കൊണ്ടാണ് 1 ബില്യൺ കൂടുതൽ ഉണ്ടാവുന്നത്. 80 വർഷം എടുക്കും 1 ബില്യൺ ആൾക്കാർ ആ ഒരു ജനസംഖ്യ കൂടാനായിട്ട്. സോ അടുത്ത ചോദ്യമാണ്, വേൾഡ് പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ഫ്രം 2 billion to 4 billion ഇൻ ഹൗ മെനി ഇയേഴ്സ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 1 ബില്യണിൽ നിന്ന് 2 ബില്യണിലോട്ട് കടക്കാനായിട്ട് 80 വർഷം വേണം. അതുപോലെ തന്നെ 2 ബില്യണിൽ നിന്ന് 4 ബില്യണിലേക്ക് പോകാനായിട്ട് 45 വർഷം ഉണ്ടെങ്കിലേ അത്രയും പോപ്പുലേഷൻ കൂടുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ വേറൊരു ചോദ്യമാണ്, വിച്ച് ഈസ് നോട്ട് ആൻ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ഡ്രൗട്ട്, സോയിൽ എറോഷൻ? ഉത്തരം, വിച്ച് ഈസ് നോട്ട് ആൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ഡ്രൗട്ട്, ഡാമേജ് കോസ്റ്റ് ടു അനിമൽ സ്പീഷീസ്. പിന്നെയുള്ളത്, സൈലന്റ് വാലി ഇസ് എ നാരോ വാലി ഓഫ് വിച്ച് റിവർ? സൈലന്റ് വാലി ഏത് റിവറിന്റെ ആ ഒരു നാരോ വാലി എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം കുന്തി റിവർ ആണ്. ഒരുപാട് റിവർ കൊടുത്തിട്ടുണ്ട്, അതിൽ കുന്തി റിവർ ആണ്. അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വിച്ച് ഓർഗനൈസേഷൻ ഇൻ ഗോപേശ്വർ സ്റ്റാർട്ടഡ് ചിപ്കോ മൂവ്മെന്റ് ഇൻ ദ 1970? ഗോപേശ്വറിലെ ഏത് ഓർഗനൈസേഷനാണ് 1970 ചിപ്കോ മൂവ്മെന്റ് തുടങ്ങിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ദശോളി ഗ്രാം സ്വരജയ മണ്ഡൽ. ദശോദി ഗ്രാം സ്വരജയ മണ്ഡൽ. അടുത്ത് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 2004 നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേരളത്തിലൊക്കെ സുനാമി വന്നത്. 2004 ഡിസംബർ 26 വന്ന സുനാമിയുടെ എർത്തിക്യോക്ക് മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ സമുദ്രത്തിനകത്ത് ആ ഒരു ഭൂമി കുലുക്കവും ചൂടും കൂടുമ്പോഴാണ് ആ ഒരു സുനാമിയായിട്ട് പുറത്തോട്ട് വരുന്നത്. അന്നുണ്ടായ എർത്തിക്യോക്ക് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 9.0 ആണ് കേട്ടോ. 9 ഹെക്ടേഴ്സ് ഡിഗ്രി ആണ്. അടുത്ത ചോദ്യം, ഹ്യൂമൻ ഹാബിറ്റ്സ് കീപ്പ് ചേഞ്ചിങ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ ന്യൂട്രീഷൻ അവയർനെസ്, ഫിസിക്കൽ ഫിറ്റ്നസ്, സ്ട്രെസ് മാനേജ്മെന്റ്. ഇതിൽ ഇത്രേ ചോദ്യമേ ഉള്ളൂ, വേറെ അങ്ങനെ ചോദ്യങ്ങൾ ഇല്ല കേട്ടോ. നമുക്ക് കുറച്ച് ചോദ്യം വെച്ചല്ലേ കുറച്ച് ഉണ്ടാവുള്ളൂ ചാപ്റ്റേഴ്സിൽ. പിന്നെ ഇതിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. കാരണം അതിൽ പറഞ്ഞിട്ടുള്ളത് ഫുള്ള് പല എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചാണ്. സോ അത് നടന്ന വർഷമൊക്കെയാണ്. ഒന്നുമില്ലെങ്കിലും ഇത് ചോദിക്കുമായിരിക്കും. കേരളത്തിന്റെ ഏതാണ് 2004 ഡിസംബർ 26 വന്ന എർത്തിക്യോക്ക്, ആ ഒരു സുനാമിയുടെ എർത്തിക്യോക്ക് എത്രയായിരുന്നു? 9. ഓക്കെ, അത് മറക്കാതിരിക്കുക. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ആണ് എൻവയോൺമെന്റൽ എത്തിക്സ്. അത് വളരെ ഒരു കുഞ്ഞ് യൂണിറ്റ് ആണ്. അതും എൻവയോൺമെന്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ല. എങ്കിലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കറക്കി കുത്തി എഴുതിയിട്ടുണ്ട്. മേ ബി ഏതെങ്കിലും ചോദിച്ചേക്കാം. നമുക്ക് ഇന്ന് കുറച്ച് വായിച്ചു നോക്കാം കേട്ടോ, ഒരു അവയർനെസ്സിനായിട്ട്. ഇതൊരു അവയർനെസ് ചാപ്റ്റർ ആണ്, ലാസ്റ്റ് ചാപ്റ്റർ. നമുക്കൊന്ന് നോക്കാം അതിൽ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ. 1 വേർഡ് പോലും ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, എങ്കിലും ഉത്തരം നമുക്കൊന്ന് വായിച്ചു നോക്കാം. Which religion lays emphasis on respecting rivers, forest, grass, mountain, etc? അതായത് ഏത് റിലീജിയൻ ആണ്, ഇപ്പോൾ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഏത് ഈ മതം അവരാണ് ഈ ഫോറസ്റ്റിനെയും റിവറിനെയും സണ്ണിനെയും ഇവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നത്? മീൻസ് അവരുടെ ആ ഒരു ഇതിലുള്ള ഭാഗമാണ്, അവരുടെ ആ ഒരു വിശ്വസിക്കുന്നതിലെ ഭാഗമാണ് നദീനെയും വനത്തിനെയും സണ്ണിനെയൊക്കെ ആരാധിക്കണമെന്ന്. സോ അത് ഏതിലാന്ന് വെച്ചാൽ ബുദ്ധിസത്തിലും
ഹിന്ദുസത്തിലുണ്ട്. കാരണം അറിയാലോ, സൂര്യദേവൻ, ചന്ദ്രദേവൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിലും, പിന്നെ വനദേവൻ, ഓക്കെ, അവിടെ ഒരു ആരാധന വരുന്നുണ്ട്. ഓൾസോ ബുദ്ധിസം. ഓക്കെ, ബുദ്ധിസത്തിലും ഹിന്ദുസത്തിലുമാണ് ഈ പ്രകൃതിയിലെ എല്ലാവരെയും ആരാധിക്കുന്ന ദൈവമായിട്ട് കാണുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ള ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ട്രീ? ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതിലാണ് ട്രീയുടെ ബെനിഫിറ്റ്സ്, ഗുണങ്ങളെ കുറിച്ച് പറയുന്നത്? ഉത്തരം വരുന്നത് ദ വാര പുരാണ. ഏത് പുരാണത്തിലാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ക്രിപ്റ്റേഴ്സ് എംഫസൈസ് ഓൺ പ്രിസർവേഷൻ ഓഫ് എൻവയോൺമെന്റൽ ബാലൻസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പേഴ്സണൽ ഹെൽത്ത് ആൻഡ് ഹാവിങ് എ പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ്? ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതിലാണ് എൻവയോൺമെന്റ് സംരക്ഷിക്കാനും ഒരു പൊല്യൂഷൻ ഇല്ലാത്ത എൻവയോൺമെന്റിന്റെ ഇത് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ദ ചരക് സംഹിത. അതാണ് ഉത്തരം കേട്ടോ. വൺ വേർഡ് ഒന്നും കാണാനില്ലല്ലോ ഇതെല്ലാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഒരു നല്ല സിറ്റിസൺ ആവാനായിട്ട് എൻവയോൺമെന്റ് സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. വൺ വേർഡ് വളരെ വളരെ കുറവാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ. വാട്ട് ഈസ് ട്രൂ അബൌട്ട് ക്രിസ്ത്യാനിറ്റി? അതൊരു ലെങ്തി സെന്റൻസ് ആണ് കേട്ടോ, എങ്കിലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം, വന്നതല്ലേ. സോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുന്നത്, ആ ഒരു റിലീജിയനെ കുറിച്ച് പറയുന്നതിൽ സത്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 3ഉം സത്യമാണ്. ഒന്ന്, ക്രിസ്ത്യൻസ് ബിലീവ് ദാറ്റ് ദ എർത്ത് ബിലോങ്സ് ടു ഗോഡ് ആൻഡ് ദാറ്റ് ഹ്യൂമൻസ് ബീങ്സ് ടേക്ക് ഇറ്റ്സ് കെയർ. ഓക്കെ, അതായത് ദൈവത്തിൻ്റെയാണ് എർത്ത് എന്നും ആ ദൈവം കൊടുത്തിട്ടുള്ള എർത്ത് മനുഷ്യൻ സംരക്ഷിച്ചു പോകുന്നു എന്നാണ് ക്രിസ്ത്യാനിറ്റിയിലുള്ളതെന്ന് ഇവിടെ പറയുകയാണ്. എനിക്കറിയില്ല. ദ ഹോളി ബൈബിൾ സ്റ്റേറ്റ്സ് ദാറ്റ് the purpose of creation is to proclaim God's glory because of its handiwork. There are some verses in Genesis which were interpreted as giving humans dominion and absolute control over the nature, but at some places the responsibility of human beings have clearly displayed. Okay, അത് മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട് ഭൂമിയെ സംരക്ഷിക്കാനായിട്ട്. ആ ഒരു എർത്തിന്റെ സംരക്ഷണത്തിനെ കുറിച്ച് പറയുന്ന ഒരു റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ബുദ്ധിസത്തിനെ കുറിച്ചാണ്. ബുദ്ധിസം ബിലീവ്സ് ദാറ്റ് പീപ്പിൾ ഷുഡ് ലീവ് സിംപിളി ലൈഫ്, റെസ്പെക്ട് ദ സൈക്കിൾ ആൻഡ് ബാലൻസ് ഇൻ നാച്ചർ സോ ദാറ്റ് എവറിത്തിങ് കണ്ടിന്യൂസ് ഫോർ ജനറേഷൻ. സോ ബുദ്ധിസത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വൺ വേർഡ് ചോദിച്ചിട്ടുണ്ടായാല്, അതായത് ബുദ്ധിസത്തിന്റെ ലൈഫ് എങ്ങനെയാന്ന് ചോദിച്ചാല്, ഒന്ന് നോക്കട്ടെ, അവർ ലൈഫിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് സിമ്പിൾ ലൈഫാണ്. അവർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ലൈഫാണോ ആർഭാട ജീവിതമാണോ എന്നൊക്കെ ചോദിച്ചാൽ സിമ്പിൾ ലൈഫാണ് ഉത്തരം കേട്ടോ, നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ഓരോ ഇത് പറഞ്ഞു. ഹിന്ദുസിനെ കുറിച്ച് പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി പറഞ്ഞു, അടുത്ത് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് ഇസ്ലാമിനെ കുറിച്ച് കറക്റ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഉത്തരം വരുന്നത് both A and B. The foundation and the rules for conservation of nature in Islam are the Holy Quran and the divine words of Prophet Muhammad. The message of the Holy Quran is of unity, harmony, balance and order, and its emphasis the natural law must be observed and its defined limit should not be exceeded. അതായത് അവർ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം മതത്തിനെ കുറിച്ച് ഇതിൽ ചോദിച്ചിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഇതിൽ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ നാച്ചർ ലോ, പ്രകൃതി നിയമങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, പ്രകൃതിയെ സംരക്ഷിക്കണം, അതൊക്കെ ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇസ്ലാമിലാണേലും ഹിന്ദുസത്തിലാണേലും ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ആണെങ്കിലും ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട്. സോ ഏത് റിലീജിയൻ എന്ത് ആണ് പറഞ്ഞതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൻസർ ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം ഈ 3 റിലീജിയനിലെ ആൾക്കാരും എന്താണ്, ഖുറാനിലാണേലും ഭഗവത്ഗീതയിലാണെങ്കിലും ബൈബിളിലാണേലും നാച്ചുറൽ സംരക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ക്വസ്റ്റ്യൻ മേ ബി ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലെല്ലാവരും നാച്ചുറൽ സംരക്ഷിക്കാൻ, നാച്ചുറൽ ലോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മളുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് തീർന്നിരിക്കുകയാണ്. ഓക്കെ, വൺ വേർഡ് ആണ്, ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പൊ ഇതൊക്കെ എക്സാം എനിക്ക് തോന്നുന്നു ഒരു 10-30 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എഴുതിയിട്ട് ഇറങ്ങി വരാവുന്നേ ഉള്ളൂ. 50 ക്വസ്റ്റ്യൻ 50 ഡോട്ട് ഇട്ടാൽ മതിയല്ലോ.
ഇത് പോയിന്റ് മാർക്ക് ചെയ്താൽ മതിയല്ലോ. സോ ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് എക്സാം എഴുതാവുന്നേ ഉള്ളൂ. വേറെ എഴുതാനൊന്നുമില്ലല്ലോ, വാരി വലിച്ച് എഴുതാനൊന്നുമില്ല, പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പൊ എക്സാം എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാൻ പറ്റും, ഇങ്ങനെ ഡോട്ട് ഉണ്ടാവേ, 4 ഡോട്ട് ഉണ്ടാവും. അതായത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് 4 ഡോട്ട് താഴെ കാണും. അതിൽ ABCD ഇങ്ങനെ 3 ഡോട്ടും ആ ഒരു ഓപ്ഷനും കാണും. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഉത്തരം A ആണ് ഉത്തരമെങ്കിൽ Aയിൽ തന്നെ ബബിള് മാർക്ക് ചെയ്യുക. ഓക്കെ, പേന ഷാർപ്പായിട്ടുള്ള പേന വേണം കൊണ്ടുപോകാനായിട്ട് എക്സാമിന്. കാരണം ഷാർപ്പ് പെന്നല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ബബിള് മാർക്ക് ചെയ്യുമ്പോൾ അപ്പുറം ഇപ്പുറയൊക്കെ ബബിളിൽ സ്പ്രെഡ് ആവും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റായിട്ട് കണക്കാക്കും. ഓക്കെ, അതുകൊണ്ട് ഷാർപ്പ് പെൻ യൂസ് ചെയ്യുക എക്സാമിന് പോകുമ്പോൾ. അത് വെച്ച് വേണം ബബിള് മാർക്ക് ചെയ്യാൻ. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. 1 വേർഡ് ആയതുകൊണ്ട് എളുപ്പമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇതോടുകൂടി നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് തീർന്നിരിക്കുകയാണ്. ഓക്കെ, എന്താണ്, താങ്ക്സ് ഫോർ കോർഡിനേറ്റിംഗ്. ബൈ ബൈ.